സഹോദരന്മാരെ, അവിഹിതമായ സമ്പത്ത് ഭക്ഷിക്കാൻ പാടില്ല. സ്വന്തം വിഹിതവും മറ്റുള്ള വിഹിതവും കൂട്ടി ഭക്ഷിക്കാൻ പാടില്ല. ഇനി നിങ്ങൾ നോക്ക്, അഥവാ ഒരു മകൻ, ആ മകനെ നിയന്ത്രിക്കാൻ വേണ്ടി ബാപ്പ നേരത്തെ കാര്യബോധമുള്ള മകനായതുകൊണ്ട് ഏൽപ്പിച്ചു. ഒരു മകൻ ബാപ്പ മരിക്കുന്ന സമയത്ത്, മരിക്കുന്നതിന് മുമ്പ് രോഗത്തിൽ കിടക്കുമ്പോ ആ മകന് മാത്രം 25 വയസ്സായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ചെറിയ പ്രായക്കാരാണ്, ചെറിയ പ്രായക്കാരാണ്. 25 വയസ്സുള്ള ഈ മോനോട് പറഞ്ഞു, മോനെ സമ്പത്തൊക്കെ നീ നോക്കി നടക്കണം എന്ന് പറഞ്ഞു. മറ്റുള്ളവരൊക്കെ ചെറിയ ആൾക്കാരല്ലേ, സമ്പത്തൊക്കെ നോക്കി നടത്തണം എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമായി പോയി. എന്താ, മറ്റു മക്കളൊക്കെ വലുതാകുന്നതിന്റെ മുമ്പ് സമ്പത്ത് മുഴുവനും അയാൾ രജിസ്റ്റർ ചെയ്തു. പാപ്പാന്റെ സ്വത്ത് മുഴുവൻ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഒപ്പിടിച്ചിട്ട് മുഴുവനും രജിസ്ട്രേഷൻ നടത്തി. അങ്ങനെ മക്കളൊക്കെ വലുതായി നോക്കുമ്പോ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം കല്യാണം കഴിച്ച് അവരിങ്ങനെ ഇതിനെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ അവർക്കൊന്നും സമ്പത്തില്ല. അപ്പൊ ഇയാളോട് വന്ന്, മൂത്ത കാരണോട് വന്ന് ചോദിച്ചു, അല്ല ബാപ്പാന്റെ സ്വത്ത് ഞങ്ങൾക്കൊക്കെ, നിങ്ങൾക്കുള്ള സ്വത്തൊക്കെ എന്നോട് നോക്കാൻ വേണ്ടി ബാപ്പ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാണ്. ഇനി നിങ്ങളൊക്കെ ജോലി ചെയ്തിട്ട് സമ്പാദിച്ച് സ്വത്ത് ഉണ്ടാക്കുക, വേറെ മാർഗമൊന്നുമില്ല. ഇപ്പൊ ആ മുഴുവനും ഭക്ഷിക്കുന്നതിൽ അവിഹിതമായ വിഹിതങ്ങൾ എത്ര ഉണ്ട്? നമ്മളിങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ ഒരുപാടുണ്ട്, ഒന്നും രണ്ടും അല്ല. നമ്മൾ നന്നായി ശ്രദ്ധിക്കണ വിഷയം. ആരാന്റെ വിഹിതത്തിലുള്ള ഒരു സമ്പത്ത് പോലും നമ്മളെ കയ്യിൽ വരരുത്. അനന്തര സ്വത്ത് നിങ്ങളത് ഭക്ഷിക്കുന്നത് അഖിലല്ലമ്മൻ, പറ്റുന്നതും പറ്റാത്തതും കൂട്ടിക്കലർത്തിയിട്ട് ഭക്ഷിക്കുന്ന സ്വഭാവം. ആ സ്വഭാവമാണ് നിങ്ങൾക്ക് സാമ്പത്തിക തകർച്ച വരാനുള്ള കാരണം. നിങ്ങൾ സമ്പത്തിനോട് പ്രിയം വെക്കുന്നു. ഹുബ്ബൻ ജമ്മാ, കൂടുതലായ പ്രിയം നിങ്ങൾ പ്രിയം വെക്കുന്നു. അവകാശമുള്ളതും ഇല്ലാത്തതും കിട്ടിയാൽ നിങ്ങൾ വാങ്ങും. അവകാശമില്ലാത്തതാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒഴിവാക്കൂല. കിട്ടുന്നതൊക്കെ പോന്നോട്ടെ എന്ന നിലയ്ക്ക് ഏതും സ്വീകരിക്കും. അതേ, അവകാശപ്പെട്ടത് കൊടുക്കൂല. ഇനി അഥവാ കൊടുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാലോ അത് സ്വീകരിക്കുകയുമില്ല. സമ്പത്തിനോട് വല്ലാത്ത താല്പര്യം തന്നെ. അർഹതയുള്ള സമ്പത്തിനോട് താല്പര്യപ്പെടാം, അതേ സമയത്ത് അർഹതയില്ലാത്തതിന് താല്പര്യപ്പെടരുത്. വഞ്ചിച്ച് പണം പറ്റരുത്, ചൂഷണം ചെയ്ത് പണം പറ്റരുത്. അതേ, മറ്റൊരാളോട് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കരുത്. വേറൊരാളിൽ നിന്ന് വാങ്ങിയത് അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഇതൊക്കെ സാമ്പത്തിക രംഗത്തുള്ള ഇഷ്ടം കാരണം, പ്രിയം കാരണം വരുന്ന വിഷയങ്ങളാണ്. പിന്നെ അത് നിഷേധിക്കുക, അറിയില്ല എന്ന് പറയുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുക. സത്യത്തിൽ അയാൾ സാക്ഷികളെ വെച്ചിട്ടില്ല, ഇയാളും വെച്ചിട്ടില്ല. കേസ് പറയാനോ മറ്റോ മാർഗങ്ങളൊന്നുമില്ല. പിന്നെ നിഷേധിക്കലല്ലേ മാർഗം. ഇയാൾ ഒറ്റടിക്ക് നിഷേധിക്കുന്നു. പിന്നെ ചോദിക്കാമെന്നാലോ ഭീഷണിപ്പെടുത്തുന്നു. പിന്നെയും ചോദിക്കാമെന്നാലോ കഷ്ണം കഷ്ണമാക്കി മുറിച്ചയാളെ കൊന്നുകളയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഹക്കില്ലാത്തതിൽ ഒന്നും ആഗ്രഹം വെക്കരുത്. അവകാശമുള്ളത് ആഗ്രഹം വെക്കണം, അതിന് കുഴപ്പമില്ല. അതിനൽക്കന്നെ സമ്പത്ത് വർദ്ധിപ്പിക്കണം. സമ്പത്തിന്റെ അവകാശങ്ങളൊന്നും കൊടുക്കാതിരിക്കരുത്. സക്കാത്തിന്റെ അളവ് കൊടുക്കാതിരിക്കുന്നത് ഈ പ്രിയം കൊണ്ടാണ്. കുറഞ്ഞ അളവല്ലേ സക്കാത്തിന് കൊടുക്കേണ്ടി വരുള്ളൂ. പക്ഷെ അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളേ കച്ചവടക്കാരും സമ്പന്നന്മാരും പഴയ കാലത്ത് പോലെയല്ല കേട്ടോ. പഴയ കാലം പോലെയല്ല. ഇപ്പോഴൊക്കെ ഒരു 20-25കാരന്റെ അക്കൗണ്ടിലുള്ള സമ്പത്തുകളൊക്കെ നോക്കിയാൽ സക്കാത്ത് കൊടുക്കണ്ടാവും. മുമ്പൊന്നും അങ്ങനെ കാണൂല. 25കാരൻ അക്കൗണ്ട് തന്നെ കൊടുക്കണ്ടാണ്. എന്തെങ്കിലുമൊക്കെ ഒരു 500 രൂപ കീശയിലുണ്ടെങ്കിൽ ഉണ്ടാവും. ഇപ്പൊ അങ്ങനല്ല. ഉണ്ടായിക്കോട്ടെ, ഉണ്ടെങ്കിൽ നമ്മൾ പരാതി പറയല്ല. പക്ഷെ അതിൽ കൊടുക്കാനുള്ള ഹക്ക് കൊടുക്കണം എന്നാ പറഞ്ഞത്. ഒരാള് മറ്റൊരാൾക്ക് 1 ലക്ഷം കടം കൊടുത്തു. 1 വർഷം കഴിഞ്ഞിട്ട് ആ 1 ലക്ഷം കിട്ടുകയാണെങ്കിൽ ആ 1 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കണ്ടേ? കൊടുക്കാനുള്ള തുക 2.5% 2500 രൂപ. അത് കൊടുക്കും. അത് കൊടുക്കാൻ പോലും മടിയാണ്. നമ്മളെ അക്കൗണ്ടിൽ നമ്മൾ പലരും നോട്ട് മാറ്റം സംഭവിച്ചപ്പോഴല്ലേ ഓരോരുത്തർക്ക് എത്ര പൈസ ഉണ്ട് തിരിഞ്ഞ്.
നോട്ട് മാറ്റം സംഭവിച്ചപ്പോ ആകെ കിട്ടിയവർ ബർക്കത്തെന്താ, അതുകൊണ്ടുള്ള ഇടങ്ങേർപ്പിൾ മാറില്ല, അത് വേറെ വിഷയം. അതുകൊണ്ടുള്ള ആകെ ഒരു ബർക്കത്തെന്താ കിട്ടിയെന്ന് നിങ്ങള്, അന്ന് വരെ സക്കാത്ത് നൽകപ്പെട്ടിരുന്ന പലരും അതിന്റെ ബൗണ്ടറിക്ക് പുറത്തായി. കാരണം എന്താ, അവർക്ക് സ്ഥിര വരുമാനം വേറുണ്ട്, ഡെപ്പോസിറ്റ് 15 ലക്ഷം വേറെ ഉണ്ട്. സ്ഥിര വരുമാനം വേറുണ്ട്, നിത്യവരുമാനം വേറുണ്ട്. അങ്ങനെ അക്കൗണ്ട് ഇല്ലാതെ കുടുങ്ങിയിട്ട് ഇവര് പരക്കം വാങ്ങിയിട്ട് ഒരാൾ അക്കൗണ്ടിൽ 3, മറ്റയാൾ അക്കൗണ്ടിൽ 4, മറ്റയാൾ അക്കൗണ്ടിൽ 2 ഇങ്ങനെ കൊണ്ടുപോയിട്ട് പതുക്കെ സലാമത്താക്കിയതാ. പിന്നെ ആരും ഇയാൾക്ക് സക്കാത്ത് കൊടുക്കുന്നില്ല. അപ്പൊ ഇയാൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാനിപ്പോ എന്താ ഫക്കീർന്ന് മാറിയോ, മിസ്കീന്ന് മാറിയോ? ആളുകൾക്ക് കള്ളി തിരിഞ്ഞാ പിന്നെ ആൾക്കുണ്ട് സക്കാത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കി, ആ ഡെപ്പോസിറ്റുള്ള പണത്തിനൊക്കെ സക്കാത്തുണ്ട്. വർഷങ്ങനെ തികയുമ്പോൾ അതിൽ നിന്ന് കൊടുക്കേണ്ട ശതമാനം പിശുക്കി വെക്കരുത്. സമ്പത്തിനോടുള്ള പ്രിയം കൊണ്ട്, സമ്പത്തിനോടുള്ള അതീവ താല്പര്യം കൊണ്ട് പിശുക്കി വെക്കരുത്. അങ്ങനെ കൊടുക്കാതെ പിശുക്കി വെച്ചാൽ ആഖിറത്തിൽ വലിയ ദുഃഖകരമായ സാഹചര്യം അനുഭവിക്കേണ്ടി വരും. കൊടുക്കൽ നിർബന്ധമായ സക്കാത്ത് പിശുക്കി വെച്ചാൽ ഖിയാമത്ത് നാളിൽ അതൊരു മാലയായിട്ട് അല്ലാഹു തആല അണിയിക്കും. സാദാ മാലയല്ല, ഒരു വിഷത്തിന്റെ പാമ്പാണ് മാലയായി വരുന്നത്. അത് കൊത്തുന്നു ശരീരത്തിലേക്ക്, നെറ്റിയിലേക്ക്, മൂക്കിലേക്ക്, കണ്ണിലേക്ക്. എന്നിട്ട് പറയുന്നു, അല്ല തന്ന സമ്പത്ത് നീ പൂഴ്ത്തി വെച്ചില്ലേ, ഹക്കായത് കൊടുത്തില്ലല്ലോ. ബിസിനസ് നടത്തുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലും ടൗണുകളിലും മറ്റൊക്കെ ബിസിനസ് നടത്തുന്നവർ അതിന്റെ അളവനുസരിച്ച് അവരെ കുടുംബങ്ങളിൽ ഉള്ള നാട്ടുകാരായ പാവപ്പെട്ടവർ, ഫക്കീർ, മിസ്കീൻ, കടക്കാർക്ക് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരളവ് വരെ പരിഹരിക്കാൻ കഴിയില്ല, തീർത്തും പരിഹരിക്കാൻ കഴിയും. എനിക്ക് കൊടുക്കണ്ടേ? സക്കാത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ റമളാൻ മാസം വരുമ്പോ കുറെ പുതിയ 10ന്റെ നോട്ടൊന്നും ഇങ്ങനെ കൊടുക്കാന്നല്ല. അങ്ങനെ കുറെ ആൾക്കാർ കണക്കാക്കി, അങ്ങനല്ല. അത് റമളാനിൽ കൊടുക്കുന്ന സദക്കയാണ്. ഏത് വലിയ ആൾക്കാർ വന്ന ഒരു 200 നോട്ട്, കുറച്ചുകൂടി താഴെ വന്ന 100ന്റെ നോട്ട്, പിന്നെയും താഴെ വന്ന 50, പിന്നെ പറ്റ കിടാങ്ങൾ വന്നാ 10 രൂപ. അത് റമളാനിൽ കൊടുക്കുന്ന സ്വതക്കയാണ്. അതിന് തകരാറൊന്നുമില്ല, കൊടുത്തോളി, അവനത് ഇഷ്ടം പോലെ. സക്കാത്ത് ചെറിയ കുട്ടിക്ക് സക്കാത്ത് 10 രൂപ സക്കാത്ത് വിടും. സക്കാത്ത് അർഹതപ്പെട്ട ആളുകളിലേക്ക് അവരെ വിഷയങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുക്കേണ്ടതാണ്, കണക്കനുസരിച്ച് കൊടുക്കേണ്ടതാണ്. അത് അങ്ങനെ കൊടുത്താൽ മാത്രം വീടുന്നതാണ്. അത് സ്വതക്കായിട്ട് പോട്ടെ, സക്കാത്ത് അതിന്റെ അളവനുസരിച്ച് കൊടുക്കണം. എത്ര വിഷയത്തിൽ സക്കാത്ത് വരും നോക്ക് നിങ്ങൾ. കടം, ഡെപ്പോസിറ്റ് ചെയ്തത്, അതേപോലെ തന്നെ കുറിയിലൊക്കെ 2 വർഷം 1 വർഷം അങ്ങനെ വലിയ വലിയ കുറിയിലൊക്കെ തേഞ്ഞു വരുമ്പോ അതിന്റെ അളവനുസരിച്ച് കിട്ടിയിട്ട് കൊടുത്താൽ മതി. കണക്ക് വെക്കണമെന്നേ ഉള്ളൂ, കിട്ടി കൊടുക്കാണ്ടാകും. കാരണം കുറി കിട്ടിയത് എത്ര, 2 വർഷം അയാൾ നറുക്ക് അങ്ങനെ ഇട്ടു, എത്ര ഫാത്തിയും കിട്ടുന്നില്ല, ആൾ സക്കാത്ത് കൊടുക്കണം എന്നുള്ള കണക്കാക്കിയതാണോ കിട്ടാത്തത്. 2 വർഷം അങ്ങനെ കഴിഞ്ഞു, കുറി കിട്ടി വെക്കുമ്പോ 4 ലക്ഷത്തിന്റെ കുറി കിട്ടി. സക്കാത്ത് വരൂലേ? 1 വർഷം കൊണ്ട് തന്നെ അയാൾ സക്കാത്ത്, 1 വർഷം വേണ്ടല്ലോ, അതിന് മുമ്പ് തന്നെ സക്കാത്ത് കൊടുക്കേണ്ട തുകക്ക് അയാൾ അർഹനായി. അങ്ങനെ കിട്ടുമ്പോൾ ആ കിട്ടുന്നതിനനുസരിച്ച് അയാൾ കണക്കനുസരിച്ച് കൊടുക്കണം. വ്യത്യസ്ത ഫണ്ടുകളുണ്ട് പല രൂപത്തിലുള്ള, അതിലും വരും സക്കാത്ത്. ബിസിനസ്സിൽ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ ഒരാൾക്ക് നടത്താൻ വേണ്ടി കൊടുത്തു, 10 ലക്ഷം കൊടുത്തു. കിറാലിന്റെ കച്ചവടമാണ്, ലാഭം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുതലാളി, മറ്റാൾ തൊഴിലാളി. അങ്ങനെ 10 ലക്ഷം നമ്മൾ ഇറക്കി കൊടുത്തു, അയാള് കടങ്ങനെ നടത്തുകയാണ്, ലാഭക്കാൾ കണക്കൂട്ടി തരും. അങ്ങനെ വർഷം തികയുമ്പോൾ അവിടെയും വരും സക്കാത്ത്. ചെറിയൊരു കച്ചവടത്തിൽ വരെ വരും സക്കാത്ത്. അർഹതപ്പെട്ടത് കൊടുക്കണം, പിശുക്കി വെക്കാൻ പാടില്ല. ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞു നിർത്തട്ടെ. അതെന്താ? അർഹതപ്പെടാത്തത് ആര് തന്നാലും സ്വീകരിക്കരുത്. ആര് തന്നാലും അർഹതപ്പെടാത്തത് സ്വീകരിക്കരുത്. സക്കാത്ത് വാങ്ങാൻ ഉള്ള യോഗ്യത ഒന്നെങ്കിൽ ഫക്കീറാകണം, അല്ലെങ്കിൽ മിസ്കീൻ, അല്ലെങ്കിൽ കടക്കാരൻ, അല്ലെങ്കിൽ പുതു മുസ്ലിം, അല്ലെങ്കിൽ യാത്രക്കാരൻ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ളത് ഈ വയസ്സിലൊന്നും പെടാത്ത ഒരാളാണ് കുട്ടികളും. ഫക്കീറും അല്ല, മിസ്കീനും അല്ല, കടക്കാരൊന്നും അല്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞതാ ഇത് സക്കാത്തിന്റെ ഒരു പൈസയാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു എത്ര ഉണ്ട്? ഒരു 5000 റുപ്യ. ഇനി ഒരാൾ കൂടി കിട്ടിയാൽ കൊടുക്കാൻ, ഞാൻ പലരും കൂടെ കൊടുത്തു, ബാക്കി കൊടുത്തു. അതിങ്ങ് തന്നേക്ക്, ബാക്കി പിന്നല്ലേ തോബൊക്കെ തന്നേക്ക്. അത്തോബ നടക്കൂല കേട്ടോ. ആ ഹക്ക് വിടാതെ നിന്റെ തോബ നടക്കൂല. കാരണം നീ അതിന് അർഹനല്ല, യോഗ്യനല്ല. നീ അത് സ്വീകരിക്കാൻ ഒരു വിശേഷണവും ഉള്ള ആളല്ല. സഹോദരന്മാരെ,
പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന ചില തസ്തികകളുണ്ട്. അത് കിട്ടാൻ നമ്മൾ ആൾക്കാർക്ക് വലിയ ഇടങ്ങേറാണ്, തലവേദനയാണ്, ഉറക്കം വരൂല. അവർക്കൊരു യോഗ്യതയും അത് വാങ്ങാനില്ല. അവിടെയും കൈയിട്ട് മാന്തരുത്. ഇവിടെ കേരളത്തിൽ എത്ര കാർഡുള്ള? 3 4 കാർഡ് എത്ര തരം കാർഡുള്ളത്? റേഷൻ കാർഡ് നിങ്ങൾ ആരും അരി വാങ്ങല്ലേ? 4 എന്ന് പറഞ്ഞു, 3 എന്ന് പറയും. 3 ചുവപ്പ്, നീല, വെള്ള, പച്ചയുണ്ടോ? അപ്പൊ ഈ കളറിലുള്ളത് ഇതിലേറ്റവും സാധുക്കൾ ഏതാ? ചുവപ്പ്. ചുവപ്പ് വാങ്ങാൻ അർഹതയില്ലാത്ത ഒരാൾ ചുവപ്പിന് നടക്കാൻ പറ്റുമോ? അല്ല, നിങ്ങളൊക്കെ പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ? അയാളെ 3ാം തലമുറക്കുള്ള സ്വത്തും അയാൾക്ക് അല്ല കൊടുത്തിട്ടുണ്ട്. 3ാം തലമുറക്കുള്ള 3ാം തലമുറയിലെ പേരക്കുട്ടികൾക്കുള്ള സ്വത്തും അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. അയാൾ കീശ നിങ്ങൾ എടുത്തൊന്നല്ല, അല്ല കൊടുത്താണ്. അതൊക്കെ പാരമ്പര്യമായിട്ടല്ലാതാണ്. അയാളും ഈ ചുവപ്പ് കാർഡിട്ടുണ്ടെന്ന് എന്ത് ചെയ്യും? മാറ്റണം. ചുവപ്പ് കിട്ടിയിട്ട് മാറ്റണം. നമ്മൾ സത്യസന്ധമായിട്ട് പെരുമാറും. അങ്ങനത്തെ ഒരു അല്ലാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. ഞാൻ എപ്പോഴും സന്തോഷമാണ്. കാരണം ഹക്കല്ലാത്തൊന്നും വേണ്ടാന്നുള്ളവർക്കല്ലേ. അങ്ങനെ ചിലപ്പോ അബദ്ധത്തിൽ വന്നു, ചിലപ്പോ കൈവീകൾ സംഭവിച്ചിട്ടൊക്കെ മാറി വരുന്നവരും ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞ ചിലപ്പോ അങ്ങനെ വന്നു, പേര് മാറിയിട്ടോ മറ്റേ മാറിയിട്ടോ അങ്ങനെ വന്നു. പക്ഷേ കിട്ടിയ ലക്കായി പോയി, ഇനി അടുത്തിട്ട് മാറ്റാൻ നോക്കരുത്. എനിക്കത് യോഗ്യതല്ലേ, ഞാനത് മാറണം. എനിക്കതിന് അവകാശമല്ലേ, ഞാനത് മാറണം. വേണ്ട, എനിക്ക് അവകാശപ്പെട്ട തസ്തികയുള്ളുണ്ട്, അത് മതി എനിക്ക് എന്ന് കരുതണം. അവിടെയല്ലേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണിച്ച സൂക്ഷ്മത നോക്ക് നിങ്ങൾ. മദീനയിൽ ഒരു വസ്ത്ര വിതരണം നടത്തി, എല്ലാവർക്കും കൊടുത്തു. ഓരോ രൂപത്തിൽ 1 മീറ്റർ, 1.5 മീറ്റർ, 2 മീറ്റർ വസ്ത്രം എല്ലാവർക്കും കൊടുക്കുകയാണ്. ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു അവരെ പോലെ തന്നെ 2 മീറ്റർ സ്വീകരിച്ചു. എല്ലാവർക്കും ഒരേ വസ്ത്രം വിതരണം ചെയ്തു. പിറ്റത്തെ വെള്ളിയാഴ്ച ഖുതുബ ഓതാൻ വേണ്ടി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായത്തിന് കുറച്ച് നീളം കൂടുതലുണ്ട്. അപ്പൊ ഏതാ ഒരു സഹാബി എഴുന്നേറ്റിട്ട് പള്ളിന്റെ ഉള്ളിൽ വെച്ച് മിമ്പറിൽ ഖുതുബ ഓതുമ്പോ പറഞ്ഞു, ഉമറേ, നിങ്ങൾ ഖുതുബ ഓതുന്നുണ്ട്, പക്ഷേ കാതിലേക്കും ഖൽബിലേക്കും ഒന്നും എത്തുന്നില്ല. കാരണം നിങ്ങളെ കുപ്പായത്തിന്റെ നീളം കുറച്ച് ഏറിയിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടുന്നാണ് ഇതിന് തുണി കിട്ടിയത്? ഇത് പറയണത് പറയാതെ ഖുതുബ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂല, ഖൽബിലെത്തൂല, കാതിലെത്തൂല. ഉമർ റളിയല്ലാഹു അൻഹു ഈ ചോദ്യകർത്താവിനെ നിഷേധിച്ചില്ല. സദസ്സിലേക്ക് നോക്കി, മകനെ കാണാൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വിളിച്ചു, മോനെ അബ്ദുല്ലാ, ഇവർക്ക് സംശയം ഒന്ന് തീർത്തു കൊടുക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കൊക്കെ വിഹിതം ചെയ്ത വിഹിതം മാത്രമേ ബാപ്പയും എടുത്തിട്ടുള്ളൂ. എന്റെ വിഹിതം കൂടി ഞാൻ ബാപ്പാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് ജുബ്ബക്ക് നീളം കൂടിയതാണ്. അപ്പോഴല്ലേ ചോദ്യകർത്താവായ സഹാബി പറഞ്ഞു, ഇനി എത്രയും വാല് പറഞ്ഞോളൂ, ഞങ്ങൾ കേട്ടോളാം, ഞങ്ങൾ സ്വീകരിച്ചോളാം, ഖുതുബ ഇനി മുഴുവനും കേട്ടോളാം. ഖലീഫയായിരുന്നിട്ട് പോലും സൂക്ഷ്മത കാണിച്ചത് കണ്ടില്ലേ? ഇതേ രൂപത്തിൽ അർഹിക്കുന്ന സമ്പത്ത് സ്വീകരിക്കണം. അത് പാവങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ കൊടുക്കണം. മിസ്കീന്മാർക്ക് നന്നായി കൊടുക്കണം. മിസ്കീനായ ഒരാൾ വീട്ടിൽ വരുമ്പോ മക്കളെ കയ്യിലൂടെ പണം കൊടുത്തേക്കുന്നതിന് പകരം വീട്ടിലുള്ള ഉപ്പമാരെ നിങ്ങൾ നേർക്കുനേരെ കൊണ്ടുപോയി കൊടുക്കലാണ് നല്ലത്. കാരണം ഹദീസിൽ കാണാം, മുനാവലത്തുൽ മിസ്കീനി തഖീ മൈതത്തസൂ, ഒരു പാവപ്പെട്ടവന് നേർക്കുനേരെ കൈകൊണ്ട് കൊടുക്കുന്നത്, മറ്റൊരാളെ ഏൽപ്പിക്കാതെ. വന്നതൊരു പിരിവുകാരനാണ്, നിങ്ങൾ 10 രൂപയെ കൊടുക്കുള്ളൂ, ശരി, ആ 10 രൂപ കൈകൊണ്ട് നേരെ കൊണ്ടുപോയി കൊടുക്കുന്നത് തഖീ മൈതത്തസൂ, ദുർമരണത്തിന് കാവലേകുന്നതാണ്. ദുർമരണം സംഭവിക്കൂല. മിസ്കീന് നേരിട്ട് കാശ് കൊടുക്കണം, വേറൊരാളെ ഏൽപ്പിക്കാതെ കൈകൊണ്ട് തന്നെ കൊടുക്കണം. ആ മിസ്കീനോട് നിങ്ങൾ അവന്റെ കയ്യിലേക്ക് നേരെ കൈമാറുമ്പോ അല്ലാഹ് മരണം നന്നാക്കി തരുന്നു. അത്രത്തോളം ബഹുമതിയുള്ളവരാണ് മിസ്കീന്മാർ. അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും വേണം. അല്ലാഹ് നമുക്ക് നന്ന സമ്പത്തിലും സൗകര്യങ്ങളിലും ബറക്കത്ത് ഏറ്റി തരട്ടെ.